രാജ്യതലസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ദില്ലിയിൽ വായു മലിനീകരണം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായി വിമാന സർവീസുകൾ. ദില്ലി വിമാനത്താവളത്തിൽ 40 സർവീസുകൾ റദ്ദാക്കി, 4 വഴിതിരിച്ചുവിട്ടു. മൂടൽമഞ്ഞ് മൂലം കാഴ്ചാപരിധി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ദില്ലിയിലെ വായു മലിനീകരണവും ഒപ്പം തന്നെ മൂടൽമഞ്ഞുമൊക്കെ ഈ വ്യോമഗതാഗതം അടക്കം ഇപ്പോൾ താറുമാറാക്കിയിരിക്കുകയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മനോ, ദില്ലിയിൽ ശൈത്യകാലം കടുത്തതോടുകൂടി വായു മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞാണ് വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കാഴ്ച പരിധി അടക്കം 200 മീറ്ററും താഴെ കുറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമഗതാഗതത്തെ താറുമാറാക്കുന്ന തരത്തിലേക്ക് വായു മലിനീകരണം എത്തുകയും ചെയ്തിട്ടുള്ളത്. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇതിനോടകം തന്നെ, അതായത് 10 മണിവരെ നിലവിൽ 40ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഔദ്യോഗികമായി വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 വിമാനങ്ങൾ ലാൻഡിംഗ് ചെയ്യാനാവാതെ വഴി തിരിച്ചുവിടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ നിരവധി വിമാന സർവീസുകൾ വരുന്ന മണിക്കൂറുകളിലും മുടങ്ങിയേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ലഭ്യമാവുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാന കമ്പനികളൊക്കെ തന്നെയും യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വെബ്സൈറ്റുകൾ പരിശോധിച്ചുകൊണ്ട് വിമാനത്തിന്റെ സർവീസ് സമയം പരിശോധിക്കണമെന്നും അതനുസരിച്ച് വേണം വിമാനത്താവളത്തിൽ എത്താനെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇൻഡിഗോയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും വരുത്തിവെച്ചിട്ടുള്ള ആകാശച്ചൊഴിക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ വായു മലിനീകരണം കൂടി വ്യോമഗതാഗതത്തെ താറുമാറാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. മനു, വിവരങ്ങളാണ് നൽകിയത് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന്.